ഹായ് ഓൾ, വെൽക്കം ടു ഷെമിത ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളിൽ ഹൗ ടു ഡെവലപ്പ് ദ സോഷ്യൽ സ്കിൽസ് അല്ലെ. സോഷ്യൽ ഇന്ററാക്ഷൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഓരോ ഫ്ലാറ്റുകളിലും മാത്രം ബന്ധിക്കപ്പെടുന്ന അവരുടെ ജീവിതത്തിൽ ദേ ഹാവ് ടു ഇംപ്രൂവ് സോഷ്യൽ സ്കിൽസ് അല്ലെ. അപ്പൊ അതിന് മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വീട്ടിൽ തന്നെയാണ്. അതും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ദേ വിൽ ബിക്കം മോർ സോഷ്യൽ. ഇല്ലെങ്കിൽ അവർ ആളുകളെ കാണുന്നത് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പാർട്ടിക്ക് പോകുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുകയും അഗ്രഷൻ കാണിക്കുക, അങ്ങനെ ഒരുപാട് ബിഹേവിയേഴ്സ് കാണിക്കും. അപ്പൊ മെയിനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാരന്റ്സ് ഷുഡ് ബി ഫ്രണ്ട്ലി ടു ദർ ചിൽഡ്രൻ. ചെറിയൊരു വയസ്സ് മുതൽ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളത് ചെവിയോർത്ത് കേൾക്കുക. അതിന് അവർക്ക് എന്തെങ്കിലും കാര്യം അവർ പറയുകയാണെങ്കിൽ തന്നെ അവർ അതിന്റെ ഒരു സൊല്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ആണെങ്കിലും അവരെ കൊണ്ട് എടുപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓവർ കൺട്രോളിങ് ആവാൻ പാടില്ല അല്ലെ. എന്ത് കാര്യം അവർ ചെയ്യുമ്പോഴും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള ഒരു കൺട്രോളിങ് പവർ നമ്മൾ വരുത്തുകയാണെങ്കിൽ അത് കുട്ടികളിൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും. അതുപോലെ തന്നെ കുട്ടികൾ കൂടുതലായിട്ടും അവരിലേക്ക് ഉൾവലിയും. കൂടുതലും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഐപാഡ്സിലൊക്കെ ആയിട്ട് അവരുടെ ശ്രദ്ധ മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള എൻവയോൺമെന്റ് പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതി എപ്പോഴും വി ഹാവ് ടു ബി വെരി കാം ആൻഡ് വാം. അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിലെ ഹസ്ബൻഡും വൈഫും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഒച്ചത്തിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാകുമ്പോൾ അത് കുട്ടികൾ കാണാനിടയുണ്ടാവും. അപ്പൊ അതും അവരത് കേട്ട് പഠിക്കുകയും അവരുടെ ബിഹേവിയറിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കഴിവതും കപ്പിൾസ് തമ്മിൽ എപ്പോഴും ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, അത് സർവ്വസാധാരണമാണ്. പക്ഷെ കഴിവതും അത് കുട്ടികളുടെ മുന്നിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് സോഷ്യൽ ഇന്ററാക്ഷൻ മെയിനായിട്ട് വരുന്ന ഒരു കൺസേൺ, അധികം ക്ലിനിക്കിൽ വരുന്ന പാരന്റ്സ് പറയാറുള്ള കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെയും അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെയും അവർ കളിക്കും, പക്ഷെ നാട്ടിലേക്ക് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവന്റെ റിലേറ്റീവ്സിനോ ഫാമിലീസോ വരാണെങ്കിൽ അവരെ അറ്റൻഷൻ കൊടുക്കാറില്ല, അങ്ങനെ അവനൊരു ഇൻട്രസ്റ്റഡ് അല്ല എന്നൊക്കെയാണ് പറയാറ്. സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണിത്. അപ്പൊ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ എല്ലാ ദിവസവും പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 2 ദിവസം കൂടുമ്പോൾ നാട്ടിലേക്ക് വിളിപ്പിക്കുക. നിങ്ങളുടെ ഫാമിലി ട്രീ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ പറ്റിയുള്ള ഫോട്ടോ പിക്ചർ ആൽബം ഉണ്ടാക്കുക. ഇത് അവരാണ്, ഇത് ഇവരാണ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാരെ ഒക്കെ കുട്ടികളുടെ ഫേവറേറ്റ് ആക്കി മാറ്റാം. ഇത് ശരിക്കും ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ ഒരു എലിമെന്ററി സ്കൂളൊക്കെ എത്തുമ്പോൾ ഈ ഒരു ബിഹേവിയറിൽ മാറ്റി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ ഫോണിൽ വിളിച്ചെന്ന് വരും. അപ്പോൾ അത് എലിമെന്ററി സ്കൂൾ ആകുമ്പോൾ അത് ആ ഒരു വിളിന്റെ ഫ്രീക്വൻസി കുറയും. ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു നാട്ടിലുള്ള ആളുകളായിട്ടുള്ള ഒരു റിലേഷനൊക്കെ ചെറിയൊരു ഗ്യാപ്പ് വന്നു തുടങ്ങും. അപ്പൊ ഇത് മെയിനായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കുക. ഈവൻ ഒരു ടീനേജ് പ്രായത്തിലേക്ക് വരുന്ന കുട്ടികളിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഉൾവലിഞ്ഞ സ്വഭാവം കാണാം. അപ്പൊ അവരെ സോഷ്യലി ആക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രൊമോട്ട് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസും അവർക്ക് കൊടുക്കുക. വെക്കേഷൻ, നാട്ടിൽ പോകുന്ന വെക്കേഷൻ അവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും, അവർക്കും കൂടി ഇൻട്രസ്റ്റഡ് ആവുന്ന തരത്തിൽ പ്ലാൻ ചെയ്യാം. അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കാരണം ഇപ്പം എല്ലാവരും ബിസിയാണല്ലേ. ഈ ഒരു ബിസി ലൈഫിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഇമോഷൻ ശരിക്കും എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അവരുടെ ഇമോഷനാണ് അവിടെ അടിച്ചമർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഉണ്ടാകുന്ന ഒരുപാട് ബിഹേവിയറൽ പ്രോബ്ലംസ്, ഭാവിയിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓഫീസ് കൊളീഗ്സിനോട് പെരുമാറുമ്പോഴോ അവർക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ, ചേഞ്ച് യുവർ സെൽഫ്, ചേഞ്ച് യുവർ ചൈൽഡ്. ഇന്നത്തെ ഷെമിത ടോക്സ് ഇവിടെ അവസാനിക്കുന്നു. വേറൊരു നല്ല ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.